നമസ്കാരം. എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം ഈ ആഴ്ചയിലെ ലോട്ടറി നമ്പർ, ലോട്ടറി അടിക്കാവുന്ന നമ്പറാണ്. ഞാൻ ഒട്ടുമിക്ക ആഴ്ചകളിലും ലോട്ടറി അടിക്കാവുന്ന നമ്പർ ഇടാറുണ്ട്. പലർക്കും അതിലൂടെ ലോട്ടറി അടിച്ച് കാശ് കിട്ടിയിട്ടുമുണ്ട്. പലരും എന്നെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് ചില ദക്ഷിണ അയച്ചു തന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാനിപ്പോ പറയുന്ന ലോട്ടറി നമ്പർ 2026 ഏപ്രിൽ 26 മുതൽ മെയ് 2 വരെയുള്ള ആഴ്ചയിലെ ലോട്ടറി നമ്പറാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾ, ഓരോരോ ഗ്രഹങ്ങൾ, അതായത് പ്രധാനപ്പെട്ട ചില ഗ്രഹങ്ങൾ, ധനപരമായി നമ്മൾക്ക് കണക്കാക്കാവുന്ന അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ തരാവുന്ന ചില ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിൽ നിൽക്കുന്നു എന്ന് നോക്കിയിട്ടാണ് നമ്പർ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഞാൻ ഇവിടെ ഈ അവസരത്തിൽ പറയാൻ. അപ്പൊ ഈ ആഴ്ചയിൽ ഗ്രഹങ്ങളുടെ നിൽപ്പ് എവിടെയൊക്കെയാണെന്ന് നോക്കാം. അതായത് ആത്മകാരകനായ സൂര്യൻ മേടൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ആഴ്ചയാണ് ഈ ആഴ്ച. അത് ആത്മകാരൻ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഫലദാനശേഷി കൂടും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അപ്പൊ ഉച്ചരാശിയിൽ നിൽക്കുന്ന സൂര്യൻ മേടത്തിൽ നിൽക്കുകയാണ്. അതുകൂടാതെ ധനകാരകനായ വേഴം മിഥുനൻ രാശിയിൽ വക്രഗതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ധനകാരൻ വേഴം മിഥുനൻ രാശിയിലാണ്. ഈ വക്രം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുമ്പോൾ വക്രം എന്ന് പറഞ്ഞാൽ അത് മോശമൊന്നും ആയിരിക്കുള്ളൂ. അല്ല, ഒരു ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ ആ ഗ്രഹത്തിനും ഫലദാനശേഷി കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ വക്രഗതിയിൽ മിഥുനൻ രാശിയിലാണ് ധനകാരകനായ വേഴം നിൽക്കുന്നത്. ആത്മീയകാരകനും ആത്മകാരകനും ഒക്കെ ആയ സൂര്യൻ മേടൻ രാശിയിലും ധനകാരകനായ വേഴം മിഥുനൻ രാശിയിലും ആഡംബരകാരകനായ ശുക്രൻ മേടൻ രാശിയിലും. അപ്പൊ മേടൻ രാശിയിൽ 2 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്, ഒന്ന് സൂര്യനും ഒന്ന് ശുക്രനും. അപ്പൊ ശുക്രൻ ആഡംബരകാരകനാണ്. അപ്പൊ ഇവരും ഇത് കൂടാതെ മേടൻ രാശിയുടെ, അതായത് സൂര്യന്റെ ഉച്ചരാശിയായ മേടൻ രാശിയുടെ അധിപനായ ചൊവ്വയുടെ ശക്തിയും ഈ ആഴ്ചയിലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വേഴം നിൽക്കുന്ന മിഥുനൻ രാശിയുടെ അധിപനാരാണ്? ബുധനാണ്. ആ ബുധൻ ആരാണ്? ബുദ്ധിയുടെയും കണക്കുകൂട്ടലുകളുടെയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിന്റെയും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ബുധനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന സൂര്യൻ, വേഴം, ചൊവ്വ, ശുക്രൻ, ബുധൻ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ നമ്പറുണ്ട്. ആ നമ്പർ പ്രകാരമുള്ള ഭാഗ്യ നമ്പറാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പലരും പറയുന്നതാണ്, ചിലര് ഞാൻ 4 അക്ക നമ്പർ മാത്രം ഇടുമ്പോൾ പറയും നമുക്ക് 3 അക്ക നമ്പറും കൂടി വേണം, 2 അക്ക നമ്പർ വേണം, 1 അക്ക നമ്പർ വേണം എന്ന് പറയും. ചിലവർ അങ്ങനെയാണ്. ചിലവർക്ക് ഒരു അവസാനത്തെ അക്ക നമ്പർ കിട്ടിയാൽ മതി, ബാക്കി നമ്പർ അവര് തിരഞ്ഞെടുക്കും. ചിലവർക്ക് അവസാനത്തെ 2 അക്ക നമ്പർ കിട്ടിയാൽ മതി, ബാക്കി നമ്പർ അവരെടുക്കും. ചിലവർക്ക് 3 അക്ക നമ്പർ വേണം, ചിലവർക്ക് 4 അക്ക നമ്പർ വേണം. അപ്പൊ ആരെയും നിരാശപ്പെടുത്തുന്നില്ല.
ഒരക്ക നമ്പറും 2 അക്ക നമ്പറും 3 അക്ക നമ്പറും 4 അക്ക നമ്പറും ഞാൻ ഇവിടെ പറയുന്നതാണ്. നിങ്ങൾക്കത് കുറിച്ചെടുക്കാം, അത് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ലോട്ടറി എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള നമ്പർ എടുക്കാൻ ശ്രമിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് ധനനേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ ഇനി നമുക്ക് നമ്പറിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒറ്റ നമ്പർ പറയാം. ഒറ്റക്ക നമ്പർ ഏതാണ്? സൂര്യന്റെ നമ്പർ 1 ആണ്, വേഴത്തിന്റെ നമ്പർ 3 ആണ്, ശുക്രന്റേത് 6 ആണ്, ചൊവ്വ എന്ന ഗ്രഹത്തിന്റെ 9 ആണ്, ബുധന്റെ 5 ആണ്, രാഹുവിന്റെ 4. അപ്പോ ഈ ഒറ്റക്ക നമ്പർ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1, 3, 6, 9, 5, 4 ഈ ഒറ്റക്ക നമ്പർ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി 2 അക്ക നമ്പറാണ് പറയുന്നത്. അതും ഓരോ ഗ്രഹങ്ങളുടെ നമ്പറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് പറയുന്ന ഒരു നമ്പറാണിത്. ഇത് ഈ ഇരട്ട നമ്പർ 16, 35, 94, 63, 21, 58, 19, 60, 31, 54, 27, 82. ഞാൻ ഒന്നുകൂടി പറയാം ഈ 2 അക്ക നമ്പർ ശ്രദ്ധിച്ചോളൂ. 16, 35, 94, 63, 21, 58, 19, 60, 31, 54, 27, 82. ഇതാണ് ഇരട്ട നമ്പർ. ഇനി 3 അക്ക നമ്പർ പറയാം. ഈ 3 അക്ക നമ്പർ 163, 942, 942, അതായത് 942, 580, 580, 321, 321, 674, 674, 916, 916, 351, 351, 842, 842, 603, 603, 497, 497. ഇതാണ് 3 അക്ക നമ്പർ. ഇത് അവസാനം ഈ നമ്പർ വരുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം. അതിനു മുമ്പുള്ള നമ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇനി 4 അക്ക നമ്പറാണ് ഞാൻ പറയാൻ പോകുന്നത്. 4 അക്ക നമ്പർ, അതും ഈ ഗ്രഹങ്ങളുടെ നമ്പറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള നമ്പറാണ്. 9421, അതായത് 9421. 6184, 6184, അതായത് 6184, 6184. ഇനി 3592, അതായത് 3, 5, 9, 2, 3592. ഇനി 2706, 2706, 2706. ഇനി 1639, 1639, 1639. 5482,
അതായത് 5482 7164 7164, അതായത് 7164. ഇനി 2058 അതായത് 2058. ഇതാണ് 4 അക്ക നമ്പർ. ഇതൊക്കെ സാമാന്യമായ ഒരു ഭാഗ്യ നമ്പറാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ലോട്ടറി എന്നത് ഭാഗ്യപരീക്ഷണമല്ല. അപ്പൊ ഈ പരീക്ഷണത്തിന് വേണ്ടി, ഈ ലോട്ടറി എടുക്കുന്ന പരീക്ഷണത്തിന് വേണ്ടി ഈ നമ്പർ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ ആഴ്ചയിൽ ചില പ്രധാന ഗ്രഹങ്ങളുടെ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ഞാനിതിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ആഴ്ചയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ നമ്പർ അടിസ്ഥാനമാക്കിയാണ് ഞാനിതിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് നിങ്ങളെന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടാത്തവരൊന്ന് കമന്റ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് കൂടുതൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്ന് കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയും നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.